യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളാണെങ്കിൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചേട്ടായിമാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചേട്ടന്മാരുമായിട്ടുള്ളൊരു ഡേ ഔട്ടിന് പോവാണ്. വിത്ത് ചേട്ടായിമാർ. ഓക്കെ, അപ്പൊ നമുക്കിനി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പൊ നമ്മൾ വരുന്ന വഴിക്ക് ഹിക്കിക്കുട്ടന്റെ ചെറുതായിട്ട് കോൾഡൊക്കെ ഉണ്ട്. അപ്പം നമ്മളാണെങ്കിൽ കണ്ടനാട് ഈ ഹോമിയോയിൽ വന്നതാണ്. അപ്പം ഗവൺമെൻറ് ഹോമിയോ ആശുപത്രിയാണ്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ എല്ലാവരും കൂടി ഇനിയിപ്പോൾ ലുലുവിൽ പോകാനാണ് പ്ലാന്. അപ്പം ഇനി ലുലു ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ കാണാം. ഇത് നമ്മളാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു ഇരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഇവിടെ വെള്ളമൊക്കെ കുറവാണ്, ഇതിൽ കൂടെ ഒഴുകുന്നത്. ഇക്കിക്കുട്ടൻ മരുന്നൊക്കെ മേടിച്ച് ഹാപ്പി ആയിട്ടുണ്ട്. അപ്പം നമ്മളാണെങ്കിൽ ലുലുവിന്റെ പാർക്കിങ്ങിൽ വന്നിട്ടുണ്ട്. നല്ല തിരക്കാണ്. യൂഷ്വലി ഉള്ള മെയിൻ ബിൽഡിങ്ങിലെ പാർക്കിംഗ് അല്ല നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്കിനി കുറച്ചങ്ങോട്ട് നടക്കണം. ഹായ് പറഞ്ഞേ എടാ, കുഞ്ഞി ഹായ് പറഞ്ഞേടാ. നമ്മൾ എൻട്രൻസ് 4 കൂടെ കടന്ന് നേരെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോയത്. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ ചെന്ന് കുറച്ച് ഫുഡൊക്കെ വാങ്ങിയിട്ട് മുകളിൽ കഫറ്റീരിയയിൽ പോയി കഴിക്കാമെന്നുള്ള പ്ലാനിലാണ്. കാരണം നമ്മൾ ചെന്നപ്പോൾ തന്നെ നല്ല വിശപ്പിൻ്റെ വിളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് ആകെ വിശന്നു. അപ്പോൾ നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വിട്ട്. ഹൈപ്പർ മാർക്കറ്റിലാണെങ്കിലും നല്ല തിരക്കാണ്. വെക്കേഷൻ സ്പെഷ്യൽ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. പിന്നെ ക്രിസ്മസിനെ വരവേൽക്കാനും പിന്നെ ന്യൂ ഇയറും ഒക്കെ പ്രമാണിച്ച് ഭയങ്കര കിഡിലൻ ടൈപ്സ്, അതായത് ഭയങ്കര ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ്സാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കേക്കുകളുടെ ഭയങ്കര ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. ഡോണറ്റ്സ് ഒക്കെ ആണെങ്കിലും ഭയങ്കര കിടിലം കളറുകളിലും ഫ്ലേവേഴ്സിലും ഒക്കെയാണ് കിട്ടുന്നത്. ഭയങ്കര കേക്കുകളിൽ ഭയങ്കര പ്രത്യേകത എനിക്ക് കണ്ടു. പിന്നെ ആണെങ്കിൽ പേസ്ട്രീസും കാര്യങ്ങളും കപ്പ് കേക്ക്സും എല്ലാം ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ആ ഒരു തീമിൽ റെഡും ഗ്രീനും ആ ഒരു തീമിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ക്രിസ്മസിൻ്റെ ക്യാപ്പിൻ്റെ രീതിയിലൊക്കെ പേസ്ട്രീസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പം നമ്മളാണെങ്കിൽ ഇവന്മാർക്ക്, അതായത് ഇക്കുവിൻ്റെ ചേട്ടായിമാർക്ക് ഏറ്റവും ഇഷ്ടം കൂടുതൽ നമുക്ക് ഈ ഡോണറ്റ്സിനോടാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഡോണറ്റ്സ് ആണ് വാങ്ങിയത്, അല്ല കപ്പ് കേക്ക്സ് ഒന്നും വാങ്ങി നോക്കിയില്ല. പിന്നെ ഇക്കുകൂട്ടന് നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊടുത്ത് തുടങ്ങിയിട്ടില്ലാത്തത് കൊണ്ട് അവൻ അങ്ങനെ ഒന്നും ഡിമാൻഡില്ല, അതുകൊണ്ട് അവന് കൊടുക്കാറില്ലാത്തതുകൊണ്ട് അതൊന്നും വാങ്ങിയില്ല. നമ്മൾ ഫുഡൊക്കെ വാങ്ങി നേരെ നമ്മളാണെങ്കിൽ നമ്മുടെ കഫറ്റീരിയയിലേക്ക് പോയി. അവിടെ സീറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഫുഡൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഒരു വൻ യുദ്ധമെന്ന് തന്നെ പറയാം. ആകെ ഒരു യുദ്ധം കഴിഞ്ഞ മട്ടിലാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ വയറൊക്കെ ഫുള്ളായി. നമ്മൾ കുറച്ച് കൂടുതൽ ഫുഡ് മേടിച്ചിരുന്നോ എന്ന് എനിക്ക് തോന്നിപ്പോയി. നമ്മൾ ആദ്യം തികയില്ല എന്നൊക്കെ ഓർത്തായിരുന്നു, പക്ഷേ ഫുഡ് ബാക്കിയായി. ഇനി വീട്ടിലേക്ക് ബാക്കി കൊണ്ടുപോകാൻ എന്നുള്ള പ്ലാനിലാണ്. എൻ്റെ ഇടയ്ക്ക് നമ്മളാണെങ്കിൽ പാലട വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൂട്ടിന് പാലട ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അവൻ അതൊക്കെ കുടിച്ചുകൊണ്ട് കൊച്ചച്ഛൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇനി നമ്മളാണെങ്കിൽ ഈ റൈഡിലൊക്കെ കയറാനുള്ള ഒരു പ്ലാനിലാണ്. നമ്മളവിടെ ചെന്ന് കാർഡൊക്കെ എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ഓരോ റൈഡിലായിട്ട് കയറാൻ പോവുകയാണ്.
നമ്മൾ ഇവിടുത്തെ റൈഡിലൊക്കെ കയറണമെങ്കിൽ നമ്മൾ ഫണ്ട് റൈഡ് ഹെൽപ്പ് ഡെസ്കിൽ പോയിട്ട് കാർഡ് എടുക്കണം. ഇപ്പോൾ ഓൾറെഡി നമുക്ക് കാർഡ് ഉണ്ടെങ്കിൽ നമ്മളതിൽ റീചാർജ് ചെയ്യണം. അപ്പോൾ റീചാർജ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ കാർഡിലേക്ക് കുറച്ച് പോയിൻറ്റ്സ് ക്രെഡിറ്റ് ആവും. ആ പോയിൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ റൈഡ്സിലൊക്കെ കയറുന്നത്. അപ്പോൾ ശരിക്കുകയാണെങ്കിൽ ഒരു 1000 പോയിൻറ്റ്സ് തൊട്ടിട്ടുള്ള പ്ലാനുകൾ അവൈലബിൾ ആണ്. അപ്പം നമ്മളാണെങ്കിൽ ഒരു 4000 പോയിൻറ്റ്സ് കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്ലാനാണ് സെലക്ട് ചെയ്തത്. അപ്പം ഏകദേശം 2000 സംതിങ് എന്തോ നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് 4000 കിട്ടുന്നത്, പോയിൻറ്റ്സ് കിട്ടുന്നത്. കറക്റ്റായിട്ട് നോക്കിയില്ല, അങ്ങനെ ഡിഫറെൻറ്റ് പ്ലാൻസ് അവൈലബിൾ ആണ്. ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല എത്ര എമൗണ്ടാണ് പേ ചെയ്തതെന്ന്. അപ്പം ആദ്യം കാവടി തുള്ളി പോയ ചേട്ടായിമാരിൽ ഒരുത്തനാണെങ്കിൽ പേടിച്ച് വിറച്ച് മൂലയിൽ അവിടെ നിൽപ്പുണ്ട്. ഇക്കുകൂട്ടൻ ചേട്ടായിമാർ കിടന്ന് കരയുന്നത് കേട്ടിട്ട് ആകെ എന്താണെന്ന് മനസ്സിലാവാതെ ഒരു അന്തവും കുന്തവും അറിയാത്തില്ലാത്ത രീതിയിൽ അവനിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഇവിടെയൊക്കെ കയറുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം എത്രയാണോ ഹൈറ്റ് അനുസരിച്ചിട്ടാണ് ഇതിൽ കയറാൻ പറ്റുന്നതിൻ്റെ എലിജിബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ചില സാധനങ്ങളിൽ കുഞ്ഞു കുട്ടികൾക്ക് കയറാൻ പറ്റില്ല, ഇത്ര ഹൈറ്റ് വരെയുള്ളവർക്ക് മാത്രമായിരിക്കും എലിജിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പം ഇവർ കയറുന്ന ഈ ഒരു ഇതിലൊക്കെ നമുക്ക് വലിയ ആൾക്കാർക്ക് കയറാൻ പറ്റത്തില്ല. അപ്പം അവരതൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അവർ കുറേ സമയം തന്നെ ഈ റൈഡിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏകദേശം അവരുടെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ഏത് റൈഡിൽ കയറണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ ചേട്ടായിമാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ റൈഡിൽ തന്നെ കയറ്റിയിട്ട് ഇനി അടുത്ത ഫാമിലി റൈഡിലൊക്കെ കയറി എല്ലാവർക്കും എൻജോയ് ചെയ്യാമെന്ന് ഓർത്തു. പിന്നെയാണ് നമ്മൾ വിചാരിച്ചത് ഇവിടുത്തെ ഇലക്ട്രിക് കാർ റൈഡ് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. ഇലക്ട്രിക് കാർ റൈഡ് അവരാണെങ്കിൽ ടൂർ പോയപ്പോഴൊക്കെ ചേട്ടായിമാരാണെങ്കിൽ ഇലക്ട്രിക് കാർ കയറിയിരുന്നു, ഇടിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഏറ്റവും കൂടുതൽ ലുലുവിൽ ക്യൂ ഉള്ളതും ഈ ഒരു സംഭവത്തിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് റൈഡിലേക്ക് പോയി. 2 പേരും കൂടി ചെന്ന് തൻ്റെ ഫെറിസ് വീലിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആ വീലിൻ്റെ എല്ലാ ഇതിലും ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പം കുഞ്ഞു കുട്ടികളെല്ലാവരും കൂടി വന്നിട്ട് കയറിയിരിക്കുന്നുണ്ട്. അപ്പം ഒരു ബക്കറ്റിലായിട്ട് 2 പേരാണ് ഇരുത്തുന്നത്. അപ്പം അതാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് തോന്നുന്നു. നമ്മുടെ പണ്ടത്തെ ആകാശ ഊഞ്ഞാൽ ഒക്കെ പറയുന്ന നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ 90s കിഡ്സിന് അറിയായിരിക്കും ആകാശ ഊഞ്ഞാൽ. അതാണ് ഈ സാധനം. അപ്പോൾ ആണെങ്കിൽ എനിക്ക് പണ്ട് ഇതൊക്കെ കയറുന്ന ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോഴും എനിക്ക് ഹൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് കുറച്ച് പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള സാഹസികത്തിന് മുതിരുമില്ല. പിന്നെ എന്നെ കയറ്റി വിടത്തുമില്ല, കാരണം എനിക്ക് പൊക്കം കൂടുതലായതുകൊണ്ട്. അപ്പം ഹൈറ്റ് വെച്ചിട്ടാണല്ലോ ഇവിടെ കയറ്റിയിരിക്കുന്നത്. കുഞ്ഞു പിള്ളേർക്കുള്ള ഒരു റൈഡാണിത്.
അങ്ങനെ അവരുടെ റൈഡ് ഏകദേശം തീർന്ന മട്ടാണ്. അപ്പോൾ ഓരോരുത്തരെ ആയിട്ട് ഇറക്കിക്കൊണ്ട് വന്നിട്ട് നമ്മുടെ ചേട്ടായിമാർ ഇറങ്ങുന്ന സമയമായി. ഇനിയിപ്പം നമ്മൾ ഏത് റൈഡിലേക്ക് പോകണം എന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ ശരിക്കും അവന്മാർക്ക് വീണ്ടും ആ കാർ റേസിൽ കയറണമെന്ന് ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോൾ അവന്മാർക്ക് ഇലക്ട്രിക് കാർ ഓടിക്കണം അങ്ങനെ ഇങ്ങനെയാണെന്നും പറഞ്ഞ് ആകെ പുള്ളിക്കാരന്മാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ട് അത് തന്നെയാണ്. അപ്പം നമ്മളും അപ്പോൾ പോകാം, ഫാമിലി എല്ലാവർക്കും കയറാലോ എന്നുള്ള ഓർത്തിട്ട് ഇപ്പോൾ ക്യൂ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും എന്നോർത്തിട്ട് നമ്മളാണെങ്കിൽ അങ്ങോട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇക്കുകൂട്ടനാണെങ്കിൽ ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട്. ഇക്കുക്കുട്ടനെ ആണെങ്കിൽ അവൻ്റെ കൊച്ചച്ഛനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ 3 പേരും അങ്ങ് നല്ലൊരു യുദ്ധത്തിന് റെഡിയാവുക എന്ന് തന്നെ പറയാം. ഒറ്റ ഐഡിയ വരെ എൻ്റെ അമ്മയ്ക്കൊന്നും ഇന്നേ വരെ ഒരു അതായത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ടും ഇല്ല. അമ്മയൊന്ന് സ്റ്റിയറിങ് പോലും പിടിച്ചിട്ടില്ലാത്ത അമ്മയൊക്കെ ഓടിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. പിന്നെ ഞാനും അമ്മയുടെ കാറും ഗായത്രിയുടെ കാറും എല്ലാവരും കൂടി ഏത് സമയവും കൂട്ടിയിടിക്കലായിരുന്നു. ആ വട്ടത്തിൽ കിടന്ന് കറങ്ങി. നമുക്ക് ഇതിൻ്റെ സെറ്റപ്പ് ഒന്നും മനസ്സിലായില്ല. അവന്മാരാണ് അമ്മേനെ തന്നെ ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ ആണെങ്കിൽ ഏത് സമയം ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ഞങ്ങൾ അവിടെ ഒരു ആക്സിഡൻറ്റ് തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന് മനസ്സിലാവാതെ ഞാൻ അവിടെ കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ആകെ ചിരി വന്നിട്ട് ചുമച്ച് ഒരു രക്ഷയില്ല എന്നുള്ള അവസ്ഥയായേക്കുവാണ്. പിന്നെ അവിടെ മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്ന 2 പിള്ളേരെയും ഇടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണോ പാവങ്ങൾ അവർ രക്ഷപ്പെട്ട് അവരുടേതായ രീതിയിൽ അവർ ഓടിക്കുന്നുണ്ട്. പിന്നെ അമ്മേൻ്റെ കാറും എൻ്റെ കാറും കൂടി ഏത് സമയവും ആണെങ്കിൽ കൂട്ടി ഇടിച്ചിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നല്ല രീതിയിൽ ദേഹം ചളുങ്ങിയെന്ന് തന്നെ പറയാം. അത്രയും നല്ല വേദന എടുത്ത്. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്ത് തേങ്ങയാ ഇവർ ഈ കാണിക്കുന്നതെന്ന്. അതുപോലെ തന്നെയാണ് ആ സമയത്ത് എനിക്കും തോന്നിയത്, എന്ത് തേങ്ങയാ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരുന്നതെന്ന്. അപ്പോൾ അങ്ങനെ കുറേ നേരം അതിക്കൂടെ നടന്ന് ഇങ്ങനെ ഇടിച്ചും പിടിച്ചും ഒക്കെ നടന്ന് ദേഹമൊക്കെ ചളുങ്ങിയാണ് ഞങ്ങൾ ഇവിടുന്ന് പുറത്ത് വന്നതെന്ന് തന്നെ പറയാം. ജാങ്കോ, ഞാൻ പെട്ടെന്നാ തോന്നുന്നത് ആ വട്ടത്തിൽ കിടന്ന് കറങ്ങി ആ ബോർഡറിലൊക്കെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് എൻ്റെ ഒരു പരുവായി എന്ന് തന്നെ പറയാം. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ആ സൈറൻ മുഴുങ്ങി ഞങ്ങൾ അവിടുന്ന് നൈസായിട്ട് ഇറങ്ങി പോരാനുള്ള പ്ലാനാണ്. അല്ലേ തന്നെ ഞാൻ മനസ്സ് മടുത്തിട്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ആ സൈറനൊന്ന് മുഴങ്ങിയാൽ മതി എന്ന് ഓർത്തിരിക്കുമായിരുന്നു. അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകളെ വരെ ശല്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ പോകുന്നുണ്ട്. എന്താ ഇതിൻ്റെ കാരണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ സാധാരണ ആക്സിലേറ്റർ കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്താണ് ഇത് സംഭവിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. നമുക്കിതിൻ്റെ സെറ്റപ്പുകളും കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് ആകെ പെട്ടുപോയി എന്ന് തന്നെ പറയാം. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആരെ ഇടിക്കാനാണോ വരുന്നതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പം തന്നെ ദാണ്ടെ ഒരു ടീം വന്ന് എന്നെ ഇടിക്കാനുള്ള പരിപാടിയുണ്ട്. ഇവർക്ക് ഞാൻ ഇതിലൂടെ സമാധാനമായിട്ട് പോയാൽ എന്നെ ഇടിച്ച് തെറിപ്പിക്കണം എന്നാണ് ഇവരുടെ ആഗ്രഹം എന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു യുദ്ധം കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് മടുത്തു എന്ന് തന്നെ പറയാം. ദേഹമൊക്കെ നന്നായിട്ട് ഇളകി. ഇനി അവർ നെക്സ്റ്റായിട്ട് വോൾ ക്ലൈമ്പിങ്ങിലേക്കാണ് പോയത്. അപ്പം മക്കൾക്ക് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ, നമുക്കൊന്നും കയറാൻ പറ്റത്തില്ല. പിന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അയ്യോ ഒന്ന് കയറായിരുന്നു, നല്ല രസമായിരുന്നു, ഞാനായിരുന്നെങ്കിൽ ഇപ്പോൾ മുകളിൽ തന്നെ പോയി തൊട്ട് അവരുടെ ഗിഫ്റ്റൊക്കെ മേടിച്ച് വന്നേനെന്ന് ഓർക്കും. പക്ഷേ എനിക്കറിയത്തില്ല എങ്ങനെയാണെന്നറിയത്തില്ല. അവനാണെങ്കിൽ അത്യാവശ്യം കുറച്ച് മുകളിൽ വരെ പോയിരുന്നു, പക്ഷേ ആണെങ്കിൽ പിന്നെയും താഴെ വന്നു. അടുത്തതായിട്ട് നമ്മൾ അമ്മേനെയൊക്കെ കൂട്ടി അടുത്ത റൈഡിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ റൈഡിൻ്റെ പേര് ഫയർ പെട്രോളാണ്. അങ്ങനെ കുറേ നേരം അതിലും കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും മിക്കുകൂട്ടം നല്ല രീതിയിൽ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇനി റോളർ കോസ്റ്ററിൽ കയറാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. എൻ്റെ അമ്മയ്ക്ക് നല്ല പേടിയുണ്ട്. അമ്മയുടെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം എനിക്ക് അതിലേറെ പേടിയുണ്ട്. എൻ്റെ പുറകിലിരിക്കുന്ന ധൈര്യവാദിക്ക് അതിലേറെ പേടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ പേടിത്തണ്ടുകളായിട്ടുള്ള 3 പേര് ഇത് കയറിയിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ തക്കുകുക്കും വന്നിട്ടുണ്ട്. അവന്മാരും കൂടെ കയറിയിരുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഒരു വലിയ മുതിർന്ന ആളുടെ കൂടെ നമുക്ക് പിള്ളേരെ ഇരുത്താം. അപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ആ റോളർ കോസ്റ്റർ എൻജോയ് ചെയ്തു. പിന്നെ സീറോ ഗ്രാവിറ്റിയിൽ
അതിലൊന്നും നമ്മൾ കയറിയില്ല, നമുക്ക് സമയം അത്ര ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് കയറാൻ അതിലൊക്കെ പേടിയായതുകൊണ്ട് ഞാൻ പിന്നെ നൈസായിട്ട് ഒഴിഞ്ഞു. അപ്പോഴേക്ക് സമയം പോയിട്ടുള്ളത് കൊണ്ട് ഇനി ഇപ്പോൾ കാർഡിൽ ബാലൻസ് പോയിൻറ്സും ഉണ്ട്. അപ്പോൾ വേറൊരു ദിവസം വന്നിട്ട് കയറാമെന്ന് ഓർത്തു. അപ്പം നമ്മൾ നേരെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് ഈ ക്രിസ്മസിൻ്റെ അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് വിട്ടു. അപ്പോൾ പാർക്കിങ്ങിൽ ചെന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാൻ റെഡി ആവുകയാണ്. ഞങ്ങളുടെ ഈ ഒരു ഔട്ടിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.